മമതയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കി സർക്കാർ പിരിച്ചുവിട്ടു. തോറ്റു തുന്നം പാടിയിട്ട് പോലും രാജിവെക്കാൻ തയ്യാറാകാതെ ഫലം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്ന മമതയെ ഇപ്പോൾ ഗവർണർ പുറത്താക്കിയിരിക്കുകയാണ്. സർക്കാർ പിരിച്ചുവിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ കേന്ദ്ര സൈന്യം ഇറങ്ങുന്നു. ഇതോടുകൂടി തന്നെ ബംഗാളിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിനാണ് കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. മമതാ ബാനർജിക്കേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലം. മുഖ്യമന്ത്രി കസാരയിൽ നിന്നും ഇറങ്ങില്ല എന്ന് വാശി പിടിച്ചിരുന്ന മമതയാണ് ഇപ്പോൾ ഗവർണർ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അവസാന തന്ത്രവും ഇവിടെ ഏശിയില്ല എന്നതാണ് വാസ്തവം. അതുപോലെ നിയമസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കേണ്ടതായിരുന്നു. വൈകുന്നേരം രാജ്ഭവൻ കഴിഞ്ഞ ദിവസം പൊതുവിവരത്തിനായി തന്നെ പുറത്തിറക്കിയ ഒരു കത്ത് പരസ്യമാക്കിയിരുന്നു. ഇന്നലെ പുറത്തുവിട്ട ഒറ്റവരി ഉത്തരവിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 174 ക്ലോസ് 2 അതിലെ സബ് ക്ലോസ് ബി പ്രകാരം എനിക്ക് നൽകിയിട്ടുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് തന്നെ 2026 മെയ് 7 മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ പശ്ചിമ ബംഗാൾ നിയമസഭ ഞാൻ ഇതിനാൽ തന്നെ പിരിച്ചുവിടുന്നു എന്നതാണ് ആ ഒറ്റവരിയിൽ എഴുതിയിരിക്കുന്ന വിവരങ്ങൾ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ദയനീയ തോൽവിക്ക് ഒരു ദിവസത്തിന് ശേഷം തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മമതാ ബാനർജി നടത്തിയ പ്രഖ്യാപനം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്ക് പോലും വഴിവെച്ചിരുന്നു. BJP നേതാക്കൾ അവരെ പുറത്താക്കണമെന്ന ആവശ്യം പോലും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തതാണ്. അതേസമയം അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത് എന്നതായിരുന്നു മമത കുറ്റപ്പെടുത്തിയത്. തന്റെ യഥാർത്ഥ എതിരാളി BJP അല്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നും മമത ആരോപണം ഉന്നയിച്ചു. ബംഗാൾ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മമത രംഗത്ത് വന്നത്. ബംഗാളിലെ തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 1.5 പതിറ്റാണ്ടായുള്ള തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബംഗാളിൽ BJP അവിടെ ഭരണം പിടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആകെയുള്ള 294 സീറ്റിൽ 207 BJP നേടിയപ്പോൾ തൃണമൂലിന് നേടാനായത് വെറും 80 സീറ്റ് മാത്രമാണ്. സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ പോലും 15,114 വോട്ടിന് BJPയിലെ സുവേന്ദു അധികാരിയോട് ദയനീയമായ പരാജയമാണ് മമതയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതും. തിരഞ്ഞെടുപ്പിൽ താൻ പരാജയപ്പെട്ടിട്ടില്ല എന്നും BJPക്ക് ലഭിച്ച ജനവിധി അത് കൊള്ളയടിക്കുന്ന ഫലമാണ് എന്നതായിരുന്നു ഇവിടെ വാദം ഉന്നയിച്ചിരുന്നത്. അതുപോലെ താൻ തോറ്റിട്ടില്ല എന്നും അതിനാൽ തന്നെ താൻ രാജിവെക്കാൻ പോകുന്നില്ല എന്നും ഒരിക്കലും താൻ രാജിവെക്കില്ല എന്ന് ഒരു ഭ്രാന്ത് പിടിച്ച മട്ടിലാണ് ഇപ്പോൾ മമത കാര്യങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഗവർണർ തന്നെ മമതയെ അവിടെ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത്. അതേസമയം പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട പരാജയത്തിനിടയിൽ തന്നെ പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിയുമായി തന്നെ കൂടിക്കാഴ്ച നടത്താൻ സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് വന്നിരുന്നു. അതേപോലെ കൊൽക്കത്തയിലെ മമതയുടെ വസതിയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ല എന്നും വളരെ പ്രശംസനീയമായ പോരാട്ടമാണ് തങ്ങൾ അവിടെ നടത്തിയതെന്നതായിരുന്നു അഖിലേഷ് യാദവ് മമതയോട് പറഞ്ഞത്. മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അതായത് ഇത്തരത്തിലൊരു വാചകമാണ് അവിടെ ഉന്നയിച്ചത്: ദീദി, നിങ്ങൾ തോറ്റിട്ടില്ല, എത്ര പ്രശംസനീയമായ പോരാട്ടമാണ് നിങ്ങൾ അവിടെ കാഴ്ചവെച്ചത് എന്നതായിരുന്നു അഖിലേഷ് യാദവ് പറഞ്ഞത്. അതേപോലെ തന്നെ വലിയ രീതിയിൽ ഈ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബംഗാളിലെ സാഹചര്യവും BJPക്കെതിരെയുള്ള ആ ഒരു പ്രതിപക്ഷ ഐക്യത്തിനുമുള്ള പിന്തുണ സംബന്ധിച്ചും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചകൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ഇവിടെ മമതാ ബാനർജി പറയുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.